തൃശ്ശൂരിലെ മലക്കപ്പാറയിൽ നിന്നൊരു വാർത്ത വരുന്നു. തൃശ്ശൂർ മലക്കപ്പാറയിൽ ഒരു വൃദ്ധയെ പുലി കൊന്നു. 70 വയസ്സുള്ള എന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. ഷോളയാർ ഡാമിനടുത്തുള്ള ഇവരുടെ വീടിന് സമീപം ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഈ മലക്കപ്പാറ റൂട്ടിലേക്ക് ആനശല്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പുലി ഇറങ്ങി ഒരു വൃദ്ധയുടെ ജീവൻ എടുത്തു എന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്. ഇത് വീടിനുള്ളിൽ നിന്ന് കടിച്ചെടുത്തുകൊണ്ട് പോയോ അതോ പുറത്തിറങ്ങി ഇപ്പോൾ ആക്രമിച്ചതോ? എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാൽപ്പാറ എന്ന് പറയുന്നത് പുലികളുടെ ഒരു കേന്ദ്രമാണ്, കാട്ടാനകളുടെയും. മലക്കപ്പാറയും ചെറുതല്ല വിഷയത്തിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് വാൽപ്പാറ ഒരു വലിയ ദുരന്തമുണ്ടായത്. അതിന് പിന്നാലെയാണ് മറ്റൊരു ദുഃഖിപ്പിക്കുന്ന വാർത്ത വരുന്നത്. എന്നാസി അമ്മാൾ 70 വയസ്സാണ്. ഇവർ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇവരും ഇവരുടെ മകന് മാത്രമേ വീട്ടിലുള്ളൂ. രാത്രി മകനും കിടന്നുറങ്ങി കാണണം. അതിനുശേഷം മകൻ ഈ പാൽ വിതരണമാണ്, പുലർച്ചെ തന്നെ പാൽ വിതരണത്തിന് പോയി തിരിച്ചു വന്നപ്പോഴാണ് അമ്മയെ കാണാതായി. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് വീടിന് കുറച്ച് മാറി ഈ പുലി ഏതാണ്ട് പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ രാത്രിയേറെ വൈകിട്ടാകാം ഉണ്ടാകാൻ സാധ്യത. വീടിൻ്റെ അകത്താണ് ഇവർ കിടന്നിരുന്നത്. വലിയ അടച്ചുറപ്പുള്ള വീടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പുലിയുടെ ആക്രമണത്തിൽ തന്നെയാണ് ഇവർ മരിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ലാതെ പോലീസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗവും പുലി ഭക്ഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. വലിയ ദുഃഖകരമായൊരു വാർത്തയാണ് അരുൺകുമാർ. ഓക്കെ, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രാവിലെ ജെയ്സൺ തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നത്. താങ്ക് യു ജെയ്സൺ, താങ്ക് യു.